അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. വിഷയം ചർച്ച ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി. തുടർച്ചയായ രണ്ടാം ദിവസവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന വാർത്ത വരുന്നു. ടി വി പ്രസാദ്, അങ്ങനെ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും 17ാമത്തെ അടിയന്തര പ്രമേയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ സർക്കാർ. വീണ്ടും റെക്കോർഡിട്ടിരിക്കുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇന്നത്തെ അടിയന്തര പ്രമേയ നോട്ടീസും സർക്കാർ അംഗീകരിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നുവെന്നാണ്. നിർണായക നീക്കം തന്നെയാണ് അരുൺ പറഞ്ഞതുപോലെ. തുടർച്ചയായി സഭാ സമ്മേളനങ്ങളിൽ ഒളിച്ചോടുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഭരണപക്ഷത്തിൻ്റെ നിർണായക നീക്കം, സർക്കാരിൻ്റെ നിർണായക നീക്കം. ഇന്നലെ കസ്റ്റഡി മർദ്ദനത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസായിരുന്നു അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയതെങ്കിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ ജാഗ്രതയിലേക്ക് സമൂഹം പോകുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപനം, അത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം നിയമസഭയെ അറിയിക്കുകയും ചെയ്ത്. അരുൺ, നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 71 പേർക്കാണ് ആകെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. അതിൽ 17 പേർ മരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു മാസം 20ലേറെ പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 7 പേർ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. കോഴിക്കോട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലായി നിരവധി പേർ ഈ രോഗം ബാധിച്ച് ഇപ്പോഴും ചികിത്സയെ നേരിടുന്നു. എങ്ങനെ ഈ രോഗം വരുന്നു, ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് ഇത് തടയേണ്ടത് എന്നത് സംബന്ധിച്ച് ശരിയായ ഒരു നിലപാട് സർക്കാരിനില്ല, ആരോഗ്യവകുപ്പിനില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് എൻ ശംസുദ്ദീൻ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നോട്ടീസ് നൽകിയതിന് പിന്നാലെ നിയമസഭയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുകയായിരുന്നു. അടിയന്തര പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് ഇത്, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചതോടുകൂടി സർക്കാരിൻ്റെ ഒരു നിർണായക നീക്കം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ നീക്കം. തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഈ സമ്മേളനം തുടങ്ങി. ഇന്നലെ കസ്റ്റഡി മർദ്ദനത്തിലായിരുന്നു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതെങ്കിൽ ഇന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം ചർച്ച ചെയ്യാനുള്ള തീരുമാനമുണ്ടാകുന്നു. 12 മണി മുതൽ 2 മണി വരെയാണ് ചർച്ച. ഈ ചർച്ചയിൽ പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നും എന്തൊക്കെ ആയിരിക്കും ഉന്നയിക്കുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എന്ന ആരോപണമാണ് ഉറപ്പായും പ്രതിപക്ഷം ഉയർത്താൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഭരണപക്ഷം, സർക്കാർ ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. തീർച്ചയായിട്ടും സമൂഹത്തിൽ ഏറ്റവും വലിയ ആശങ്കയുണ്ടായ അമീബിക് മസ്തിഷ്ക ജ്വരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ശംസുദ്ദീൻ MLA ആണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിലുള്ള നോട്ടീസ് കൊടുത്തത്. ഒരുപക്ഷെ സർക്കാർ കരുതിയത് ആരോഗ്യവകുപ്പ് ആയതുകൊണ്ട് തന്നെ ഇന്ന് അടിയന്തര പ്രമേയം അനുവദിക്കാൻ സാധ്യതയില്ലെന്നാണ്. ഇന്നലെയും കസ്റ്റഡി മർദ്ദനത്തിന്റെ വിഷയം പ്രതിപക്ഷം എടുക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്യാൻ സാധ്യതയില്ലെന്ന് കരുതിയിരുന്നു. സബ്മിഷനൊക്കെ പിൻവലിച്ചത് നമ്മൾ കണ്ടതാണ്. പിന്നീടാണ് അത് ചർച്ച ചെയ്യാൻ തീരുമാനിക്കുന്നതും പ്രതിപക്ഷം അതിൽ പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായതും. ഇപ്പോൾ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയവും പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. ഇന്നലെ സഭയിൽ വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് പ്രതിപക്ഷം വന്നത്. കാരണം അടിസ്ഥാനമായ ചില ചോദ്യങ്ങൾക്ക് പോലും പ്രതിപക്ഷത്തിന് മറുപടി നൽകാൻ സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഭരണപക്ഷവും തയ്യാറെടുത്ത് വരികയും പ്രതിപക്ഷം പതിവ് പോലെ തയ്യാറെടുക്കാതെ വരികയും ചെയ്താൽ വീണ്ടും ചർച്ച എന്ന നിലയിൽ അത് മാറും. പക്ഷേ ഇന്ന് കരുതിക്കൂട്ടി തന്നെയാണോ പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? കാരണം നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഭാഗം, കുളിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീണപ്പോഴും അതുമായി ബന്ധപ്പെട്ട മരണം സംഭവിച്ചപ്പോഴും ഒക്കെ നമ്മൾ അത് വലിയ വാർത്തയാക്കി മാറ്റിയിരുന്നു. അത് പ്രതിപക്ഷം തന്നെ ആരോപണമായി ഉന്നയിച്ചിരുന്നു. ഈ വിഷയങ്ങളടക്കം ഈ വിഷയത്തിൻ്റെ കൂടെ ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിച്ചേക്കാം, അല്ലേ? ഉറപ്പായും അരുൺ, ഇതിലിപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം മാത്രം ഉന്നയിക്കുക എന്നുള്ളതല്ല. സമീപകാലത്ത് ആരോഗ്യരംഗത്തുണ്ടായ ഏറ്റവും വലിയ വിവാദമായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ സമയത്തിന് കിട്ടാത്തതുകൊണ്ട് ശസ്ത്രക്രിയ ഒഴിവാക്കേണ്ടി വരുന്നു, റദ്ദാക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഹാരിസ് ചിറക്കലിൻ്റെ നിലപാട് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഒരുപാട് വാർത്തകൾ അത് സംബന്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലവൻ തന്നെ ഇത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്ര വലിയ വാർത്താ പ്രാധാന്യം അതിന് കിട്ടിയ ഘട്ടത്തിലൊന്നും കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും പോയതുമില്ല. ആരോഗ്യമന്ത്രി പല തലങ്ങളിൽ ചർച്ച നടത്തി. പക്ഷെ പിന്നീട് ഹാരിസ് ചിറക്കലിനെതിരെ നടപടിയെടുക്കും എന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നു. നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ നടന്നു. വലിയ രീതിയിലാണ് പൊതുസമൂഹം ആ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്ത് അതുൾപ്പെടെയുള്ള സമീപകാലങ്ങളിൽ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും, എല്ലാ ആരോപണങ്ങളും, എല്ലാ പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് ഇത് മാറ്റും എന്ന കാര്യം ഉറപ്പാണ്. അരുണ് പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഭരണപക്ഷം സ്വീകരിക്കുന്ന ഏറ്റവും
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടവ് നയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ മുൻകാലങ്ങളിൽ തീർച്ചയായിട്ടും അത് തള്ളുന്ന രീതിയാണ് ഉണ്ടാവുക. അത്തരം കാര്യത്തിൽ ചർച്ച ആവശ്യമില്ല എന്ന് പറഞ്ഞ് വലിയ ബഹളം നടന്ന് പിന്നീട് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പോകുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ ഇത് ചർച്ച ചെയ്യാം, ചർച്ച ചെയ്തിട്ട് തന്നെ പോകാം എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമായ നിലപാട് തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ച് അത് സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അതിൽ വരുന്ന വിഷയങ്ങളെ അതിനെ പ്രതിപക്ഷം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ കസ്റ്റഡി മർദ്ദന ആരോപണം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി അതിന് അനുമതി നിഷേധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭരണപക്ഷം വലിയ പ്രതിസന്ധിയിലായി പോയേനെ. പക്ഷേ ഇന്നലെ ചർച്ച ചെയ്തു. ഇന്ന് അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഇന്നലെ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം കരുതിക്കൂട്ടി തന്നെയായിരിക്കണം ഇന്ന് സഭയിൽ വന്നിട്ടുണ്ടാവുക. എന്തായാലും സമീപകാലത്ത് ആരോഗ്യരംഗത്തുണ്ടായ വിഷയങ്ങൾ എല്ലാം ഇന്ന് നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.